എങ്കിലും നിങ്ങൾ ഓരോരുത്തരും വന്നിട്ടുള്ളത് ഒരു നല്ല പ്രാർത്ഥനയോടെയാണ്, പ്രതീക്ഷയോടെയാണ്. ഒത്തിരി ദൂരം യാത്ര ചെയ്തു വന്നവരുണ്ട്, ഒത്തിരി പ്രതീക്ഷയോടെ വന്നവരുണ്ട്. ഇപ്പോൾ നമ്മൾ കേട്ട ഒരു കാര്യമാണ്. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് തോന്നും, എൻ്റെ കാര്യങ്ങൾ സാധ്യമാക്കി തരുമോ? പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ഈ രണ്ട് കാര്യങ്ങൾ ഈ വചനം ഒന്ന് ശ്രദ്ധിച്ചിട്ട് അതിൻ്റെ ബേസിലൊന്ന് പ്രാർത്ഥിക്കണം. മർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം 23-ാമത്തെ വാക്യം ഒന്ന് വായിക്കുകയാണ്. ഈ വാക്യം വായിക്കുമ്പോൾ ഈ വചനത്തിൻ്റെ അർത്ഥം നിങ്ങളിൽ അരിച്ചരിച്ചിറങ്ങിച്ചെല്ലട്ടെ. ഈ വചനത്തിൻ്റെ അർത്ഥം നിങ്ങളിലുള്ള, നിങ്ങളുടെ കുടുംബത്തിലുള്ള തിന്മയുടെ സ്വാധീനത്തെ അടിച്ചോടിക്കാൻ ഇടവരണം. നമ്മൾ ചിലപ്പോൾ പറയില്ലേ, ചിലതിനെ അടിച്ചോടിക്കണമെന്ന്. ഇതുപോലെ ദൈവത്തിൻ്റെ വചനം അകത്തേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ജീവിതത്തിൽ നിന്ന് തിന്മയെ, അന്ധകാര സ്വാധീനങ്ങളെ, ഏത് ദുഷ്ടശക്തികളെയും അടിച്ചോടിക്കുന്ന അനുഭവം ഉണ്ടാവും. അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പറയുന്നത് ദൈവികമായ വിടുതൽ, അനുഗ്രഹം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വാക്യം ഒന്ന് വായിക്കുന്നു. മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 23-ാമത്തെ വാക്യം. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പോൾ ആ പറച്ചിലിന് തന്നെ ഒരു പ്രത്യേകതയുണ്ട്. ഞാൻ നിങ്ങളോട് പറയുന്നത് സാധാരണ പോലെയാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലല്ലോ, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എന്നല്ല ഞാൻ പറഞ്ഞത്. അപ്പോൾ ചില ആളുകൾ പറയില്ലേ, ഇത് എൻ്റെ വീടാണ് സത്യം, എൻ്റെ മക്കളാണ് സത്യം. ചിലരൊക്കെ അങ്ങനെയാണ് പറഞ്ഞു തുടങ്ങുന്നത്. എൻ്റെ ഇന്നയാളാണ് സത്യം, എൻ്റെ വണ്ടിയാണ് സത്യം. ചിലരിങ്ങനെ ചില സത്യം ചെയ്ത് ഉറപ്പിച്ച് പറയാറുണ്ട്. ഇവിടെ എഴുതിയിരിക്കുന്ന ആ വാക്ക് ശ്രദ്ധിക്കണം, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പോൾ പറച്ചിലിന് എന്തോ ഒരു പ്രത്യേകതയുണ്ട്. എന്താ നോക്കിയാൽ അങ്ങനെ പറഞ്ഞ എന്താണെന്ന്. ആരെങ്കിലും ആരുമാകട്ടെ, ആരെങ്കിലും ഈ മലയോട് ഇവിടെ നിന്ന് മാറി കടലിൽ ചെന്ന് വീഴുക എന്ന് പറയുക. അടുത്ത വാക്ക് പ്രധാനപ്പെട്ടതാണ്. ഇന്നത്തെ പ്രസംഗ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട വിഷയമാണ്. ഹൃദയത്തിൽ ശങ്കിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിക്കുകയും ചെയ്താൽ ഇത് ഇച്ചിരി ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നും. ഇച്ചിരി കാര്യങ്ങൾ ചിന്തിക്കാനുണ്ട്. എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്, ഈ മലയോട് ഇവിടെ നിന്ന് മാറി കടലിൽ ചെന്ന് വീഴുക എന്ന് പറയുകയും. അടുത്ത വാക്ക് എന്താണ്? ഹൃദയത്തിൽ ശങ്കിക്കാതെ. അത് നമ്മുടെ എല്ലാവരുടെയും ഒരു പ്രശ്നമാണ്. ഹൃദയത്തിൽ ശങ്ക എന്തായിരിക്കും? ഇപ്പോൾ ഒരാൾ ജോലി തരണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നാവ് കൊണ്ട് ആ വ്യക്തി പ്രാർത്ഥിക്കുന്നത്, ദൈവമേ എനിക്ക് ജോലി കിട്ടണമേ, എൻ്റെ കാര്യങ്ങൾ ശരിയാകണമേ. ഹൃദയത്തിൽ ആ വ്യക്തി ചിന്തിക്കുന്നു, എൻ്റെ നല്ല പ്രായമെല്ലാം കഴിഞ്ഞു, എത്രയോ പ്രാവശ്യം ഞാൻ ശ്രമിച്ചതാ, ഇന്നു വരെ കിട്ടിയിട്ടില്ല, എനിക്കത് ശരിയാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിൻ്റെ പേരാണ് എന്ത്? അപ്പോൾ വാക്കും ഹൃദയവും തമ്മിൽ ഒരു ബന്ധവുമില്ല. ഇത് രണ്ടും ചേരണമെന്നാണ് ബൈബിൾ പറയുന്നത്. ഞാൻ പറയുകയാണ്, എനിക്ക് നല്ല ഒരു വീട് ദൈവം ഒരുക്കുമെന്ന് പറയുമ്പോൾ എൻ്റെ അകത്തും അത് തന്നെ ആയിരിക്കണം. എൻ്റെ ദൈവം എനിക്ക് വീട് തരും എന്നെ എൻ്റെ ഹൃദയത്തിലും വിശ്വസിക്കണം. അത് അധരത്തിലൂടെ പ്രാർത്ഥനയിൽ പറയുകയും ചെയ്യണം. രണ്ടും തമ്മിൽ കണക്റ്റ് ആകുമ്പോഴാണ് ഒരത്ഭുതം ഉണ്ടാവുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് ആര് കണ്ടുപിടിച്ചു? ഇത് ബൈബിൾ കണ്ടുപിടിച്ചിരിക്കുന്നു. ബൈബിൾ അത് പറഞ്ഞിരിക്കുന്നു. ഒരത്ഭുതം, എല്ലാവരുടെ ജീവിതത്തിൽ അത്ഭുതം വേണം, വിടുതൽ വേണം, സൗഖ്യം വേണം. പക്ഷെ പലർക്കും അറിയില്ല അതെപ്പോഴാണ് ഉണ്ടാകുന്നത്, എങ്ങനെയാണ് ഉണ്ടാകുന്നത്. ഇന്ന് നിങ്ങൾ ഈ ക്രിസ്മസിന് മുമ്പുള്ള ദിവസം നിങ്ങൾ കേൾക്കുകയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം എങ്ങനെ ഉണ്ടാകും, എപ്പോഴാണത് സംഭവിക്കുന്നത്. എങ്ങനെയും പ്രാർത്ഥിച്ചു, എങ്ങനെയും ഒക്കെ ആരാധിച്ചു, അത്ഭുതം ഉണ്ടാകുമോ? അല്ല, ബൈബിൾ കൃത്യമായി പറയുന്നു. അതും യേശു പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. പെട്ടെന്നൊരു തോന്നലിൽ അവിടുന്ന് വന്നേച്ച് പറഞ്ഞിട്ട് പോയതല്ല. ഈ പറച്ചിൽ ശരിക്കും അണ്ടർലൈൻ ഇട്ടാ പറഞ്ഞത്, അടിവരയിട്ട് പറയാന്നൊക്കെ പറയില്ലേ. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ആരെങ്കിലും ഈ മലയോട് ഇവിടെ നിന്ന് മാറി കടലിൽ ചെന്ന് വീഴുക എന്ന് പറയുകയും ആ പറയുന്നത് സംഭവിക്കുമെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ അവന് അത് സാധിച്ചു കിട്ടും. ആമേൻ. കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. ഒന്നും കൂടെ വായിക്കാം.
മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 23-ാമത്തെ വാക്യം. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഈ വചനവുമായി ബന്ധത്തിൽ ഇച്ചിരി ചിന്തിക്കാനുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കും, പക്ഷെ ഹൃദയത്തിൽ വിശ്വസിക്കില്ല. ഇപ്പോൾ ഒരാൾ പ്രാർത്ഥിച്ചിട്ട് പറയുകയാണ്, നിനക്ക് ദൈവം നല്ലൊരു വീട് ഒരുക്കുന്നുണ്ട്. അപ്പോൾ ആ മനുഷ്യൻ അകത്ത് ചിന്തിക്കും, പിന്നെ വീടോ? ഇതിനു മുമ്പ് എത്രയോ പ്രാവശ്യം ലോണിന് അപേക്ഷിച്ച് ഭയങ്കര തന്നില്ല, എത്രയോ പ്രാവശ്യം മുമ്പ് വീട് നോക്കിയതാ. പിന്നെ എന്നാലും ചുമ്മാ ഒരു കേൾക്കാൻ വേണ്ടി കേട്ടിട്ട് അങ്ങ് പോകും. ചിലപ്പോൾ അങ്ങനെ ഒരു പകുതി വിശ്വാസം വരും. പക്ഷെ നോക്കി എഴുതിയിരിക്കുന്നത്, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ആരെങ്കിലും ഈ മലയോട്, ഈ പ്രശ്നത്തോട് ഇവിടെ നിന്നു മാറി കടലിൽ ചെന്നു വീഴുക എന്ന് പറയുകയും, അത് പറയുകയും, അടുത്ത വാക്കെന്താണ്? ഹൃദയത്തിൽ. എല്ലാവരും പറഞ്ഞേ ഹൃദയത്തിൽ. ഒന്നുറക്കെ പറഞ്ഞേ ഹൃദയത്തിൽ. ഹൃദയത്തിൽ ശങ്കിക്കാതെ അത് വിശ്വസിക്കുകയും ചെയ്താൽ അവന് പറഞ്ഞത് വിശ്വസിച്ചത്. അടുത്ത വാക്കെന്നാ നോക്കിയേ, സാധിച്ചു കിട്ടാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ കിട്ടുമായിരിക്കുന്നല്ല. ബൈബിൾ കൃത്യമായിട്ടാണ് അതിന്റെ ഓരോ വള്ളിയും പുള്ളി ഇട്ടിരിക്കുന്നത്. സാധിച്ച് കിട്ടും എന്നെഴുതി അവസാനം 0 വരെ ഇട്ടിട്ടുണ്ട്. സാധിച്ച് കിട്ടാൻ ഇടയുണ്ട് എന്ന് പറഞ്ഞ ആ ഒരു അതല്ല, ചിഹ്നമല്ല. സാധിച്ച് കിട്ടും എന്ന് എഴുതിയിട്ട് ആ അവസാനത്തെ 0 ഇട്ടിട്ടുണ്ട്. സാധിച്ചു കിട്ടുമെന്ന് എഴുതിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഇന്ന് വചനം കേൾക്കാൻ ഒരുങ്ങുമ്പം, ഇതിനു മുമ്പ് ഞാൻ ഇതിനേക്കാൾ വലിയ ആൾക്കാരുടെ പ്രസംഗം കേട്ടിട്ടുണ്ട്, ഇതിനേക്കാൾ വലിയ വീരവാദങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, എനിക്കറിയാം, വചനമൊക്കെ അറിയാം. ആ ചിന്ത മാറ്റിയിട്ട് പ്രസംഗിക്കുന്ന ആരുമാകട്ടെ, കേട്ടത് ദൈവത്തിൻ്റെ വചനമാണ്. യേശു പറഞ്ഞു, എൻ്റെ വചനം ആത്മാവും ജീവനുമാണ്. എൻ്റെ വചനങ്ങൾ ആത്മാവും ജീവനുമാണ്. ഒന്ന് കണ്ണുകളെ അടച്ച് ഈ വചനപ്രകാരം ഒന്ന് വിശ്വസിച്ച്, ഈ വചനപ്രകാരം നിങ്ങളുടെ ജീവിതത്തിൽ അത് പ്രാക്ടിക്കലാക്കിക്കേ. അത് ഇപ്പോൾ തന്നെ നടക്കട്ടെ. ഇപ്പോൾ ഒരാൾ പറയാണ്, നിനക്ക് സൗഖ്യമുണ്ടാകും. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നു, ഈ രോഗമുള്ള അപ്പുറത്തുള്ള 100 പേര് മരിച്ചതായിട്ട് എനിക്കറിയാം. 100 പേര് ഇപ്പോഴും ആശുപത്രിയിൽ, അവർക്കൊന്നും ഒരു സൗഖ്യം കിട്ടില്ല. പിന്നെ എനിക്കാണോ സൗഖ്യം ഉണ്ടാകുന്നത്? പിന്നെ എനിക്കാണോ മാറ്റം ഉണ്ടാകുന്നത്? അത് വിശ്വാസമാകുന്നില്ല. അവിടുത്തെ നിന്റെ ഇടതുവശത്ത് 1000-ങ്ങളും വലതുവശത്ത് 10,000-ങ്ങളും മരിച്ചേക്കാം, എങ്കിലും നിനക്ക്, അതാ വിശ്വാസം. അതാണ് ദൈവം. എന്തെങ്കിലും നിനക്ക് ഒരനർത്ഥവും ഒരു ദോഷവും ഒരു തിന്മയും വരികയില്ല. ആ പറഞ്ഞതിന്റെ പേരാണ് വിശ്വാസം. ഹെബ്രായർ 11:1. വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നത് ലഭിക്കും എന്ന തോന്നലല്ല, ഉറപ്പ്. വിശ്വാസം എന്ന് പറഞ്ഞാൽ കൈ ഉയർത്തുന്നതോ ഒച്ചത്തിൽ വയ്ക്കുന്നു പാടുന്നതോ ഒച്ചത്തിൽ പ്രസംഗിക്കുന്നതോ അല്ല. വിശ്വാസം എന്ന് പറഞ്ഞാൽ ഹൃദയത്തിനകത്ത് ഒരു കട്ടിയായ ഉറപ്പ്. ഏതുറപ്പ്? ഞാൻ പ്രത്യാശിച്ചത് ലഭിക്കുമെന്ന ഉറപ്പ്. ഒരു കരം ഉയർത്തി ഉറക്കെന്ന് പറഞ്ഞ് ഹല്ലേലൂയ, ചേർന്ന് പറഞ്ഞ് ഹല്ലേലൂയ. ഇനി ആ വചനം ഒന്ന് സ്വീകരിച്ച്, ഒന്ന് കണ്ണുകളെ അടച്ചൊന്ന് പ്രാർത്ഥിച്ച്. വചനം പറയുന്നു, നിങ്ങളോട്, എന്നോടാണ് വചനം പറഞ്ഞത്, നിനക്ക് ഏതു കാര്യവും സാധിച്ചു കിട്ടും. പക്ഷെ ഒരു ഡിമാൻഡുണ്ട്. നീ പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, നിന്റെ ഹൃദയത്തിനകത്ത് നീ പ്രാർത്ഥിച്ച കാര്യം നടക്കും എന്നത് 100% ഉറപ്പായും വിശ്വസിക്കണം. ഒന്ന് വിശ്വസിച്ച് ഇപ്പോൾ തന്നെ പ്രാർത്ഥിക്കുന്ന നിയോഗം 100 കണക്കിനാണ്. പ്രാർത്ഥിച്ച വിഷയങ്ങൾ ഒന്നിനിഷ്ടം പോലെയാണ്. എൻ്റെ സാമ്പത്തികമായ ബാധ്യതകൾ, എൻ്റെ പ്രശ്നങ്ങൾ മാറണം. അത് വാഗൊണ്ട് മാറണമേ എന്ന് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. അത് മാറുമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ മാറുമെന്ന് നിന്റെ ഹൃദയവും വിശ്വസിച്ച്, അത് രണ്ടും കണക്റ്റായിട്ടാണ് ദൈവത്തിലേക്ക് പ്രാർത്ഥന ഉയരുന്നതെങ്കിൽ അപ്പുറത്ത് സംഭവിക്കുന്നതിന്റെ പേരാണ് മിറക്കിൾ. അപ്പുറത്ത് സംഭവിക്കുന്നതിന്റെ കാര്യമാണ് അടയാളം. ഒരാളുടെ ജീവിതത്തിൽ അത്ഭുതം നടക്കുന്നതിന്റെ അർത്ഥം യേശു ഇന്നും നിങ്ങളിൽ ജീവിക്കുന്നുവെന്നാണ്. അത് വീണ്ടും തെളിയിക്കപ്പെടുകയാണ്. ഹല്ലേലൂയ. അതാ പറഞ്ഞ, വരാൻ പോകുന്ന കാലം സാക്ഷ്യങ്ങളുടെ കാലമായിരിക്കും. വരാൻ പോകുന്ന കാര്യങ്ങൾ ഓരോ വ്യക്തികൾക്കും പറയാനുണ്ടാകും വലിയ സാക്ഷ്യങ്ങൾ. ഒന്ന് കണ്ണുകളെ അടച്ച് ഇപ്പോൾ നിങ്ങളത് വിശ്വസിച്ച്, ഒരുപക്ഷെ ഇങ്ങനെ ചിന്തിക്കുവാണ്, എനിക്ക് സാമ്പത്തികമായിട്ടൊന്നും ഇല്ലല്ലോ, പിന്നെ എൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യം ഞാൻ എങ്ങനെ ശരിയാകും? എങ്ങനെ ആ കാര്യം നടക്കും? എങ്ങനെ അത് റെഡിയാക്കും? എനിക്ക് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. എനിക്ക് എല്ലാവരും പറഞ്ഞു ശരിയാകും എന്നൊക്കെ എല്ലാവരും പറഞ്ഞു, അതൊക്കെ റെഡിയാകും എന്നൊക്കെ എല്ലാവരും പറയുന്നത്. എങ്ങനെ എന്ന് ഞാൻ ഇപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു. എങ്ങനെ നടക്കാനാണ്? എങ്ങനെ സംഭവിക്കാനാണ്? എൻ്റെ ബുദ്ധിയിൽ എനിക്കൊരു വഴിയും ഞാൻ കാണുന്നില്ല. എങ്കിൽ വിശ്വസിച്ചേ, നിങ്ങൾ എൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യം ശരിയാകുമെന്ന് പറയുമ്പോൾ അകത്ത്, ഹൃദയത്തിനകത്ത് നിങ്ങൾ വിശ്വസിച്ച് ആ പറയുന്ന കാര്യം അകത്ത് ഉറപ്പിച്ചേ അത് സംഭവിക്കും. അതിപ്പോൾ തന്നെ നടക്കും. വരാൻ പോകുന്ന സമയം അസാധ്യങ്ങൾ സാധ്യമായി മാറുന്ന അനുഭവങ്ങൾ ഉണ്ടാകും.
ശരിയാകും, ഒരിക്കലും നടക്കില്ലെന്ന് വീട്ടുകാർ പറഞ്ഞു, നാട്ടുകാർ പറഞ്ഞു, അയൽവാസി പറഞ്ഞു, ഒപ്പം പഠിച്ചവർ പറഞ്ഞു. വേണ്ട, അത് പോരാഞ്ഞിട്ട് എൻ്റെ ബുദ്ധി വരെ എന്നോട് പറഞ്ഞു ഇത് നടക്കാൻ പോകുന്നില്ലെന്ന്. പക്ഷെ ദൈവവചനം പറയുന്നു, നീ പറഞ്ഞത് ഹൃദയത്തിൽ ശങ്കിക്കാതെ വിശ്വസിച്ചാൽ നിനക്കത് സാധിച്ചു കിട്ടും എന്നെഴുതി അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് വിട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. രണ്ട് കരങ്ങളും ഇരുത്തുകൊണ്ട് ഉയർത്തിപ്പിടിച്ച്, കർത്താവേ, ഈ ഉയർത്തിയ കരങ്ങളുടെ ഓരോ ജീവിതങ്ങളും ഓരോ കാര്യങ്ങൾ സാധിച്ചു കിട്ടാറുണ്ട്. വീടുകളിൽ ഇരുന്നായിരിക്കും ഇത് കേൾക്കുന്നത്, അല്ലെങ്കിൽ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരിക്കും. നിങ്ങൾ ആ പ്രാർത്ഥിക്കുന്ന സമയത്തൊന്ന് പ്രാർത്ഥിച്ച്, നിനക്കത് സാധിച്ചു കിട്ടും. എൻ്റെ കുടുംബ ജീവിതം ശരിയാകുമോ? സാധിച്ചു കിട്ടും. എൻ്റെ സാമ്പത്തികം മാറുമോ? സാധിച്ചു കിട്ടും. എനിക്ക് ജോലി ശരിയാകുമോ? സാധിച്ചു കിട്ടും. എനിക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകുമോ? സാധിച്ചു കിട്ടും. എൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമോ? ബൈബിൾ പറയുന്നു സാധിച്ചു കിട്ടും. ബൈബിൾ പറയുന്നു സാധിച്ചു കിട്ടും. വിശ്വാസം പ്രഖ്യാപിക്കുന്നു സാധിച്ചു കിട്ടും. ഹല്ലേലൂയ. യേശുവേ നന്ദി, നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ താഴ്ത്താം. ഇത് വളരെ 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 ഇഫക്റ്റീവായൊരു പ്രാർത്ഥനയാണ്. കുറേ ഒച്ച വെച്ച് പ്രാർത്ഥിക്കുക മാത്രമല്ല, നമ്മൾ കണക്റ്റ് ആയിരിക്കുകയാണ്. ഞാനിങ്ങനെ ചിന്തിക്കുവാണ്, ബൈബിൾ വചനം ഫിലിപ്പി 4 അധ്യായത്തിൽ എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി, അടുത്ത വാക്ക് പ്രധാനപ്പെട്ടതും ഗൗരവമുള്ളതുമാണ്, എനിക്ക് ആവശ്യമുള്ളത് ഒരു വിടുതലാണ്. എനിക്കാവശ്യം എൻ്റെ കുടുംബജീവിതത്തിലെ സമാധാനമാണ്. എനിക്കാവശ്യം എൻ്റെ രോഗസൗഖ്യമാണ്. എനിക്കാവശ്യം എൻ്റെ മക്കളുടെ കാര്യം ഒന്ന് നന്നായി കാണുക എന്നുള്ളതാണ്. എനിക്കാവശ്യം എൻ്റെ ആ കൊടുക്കാനുള്ള പണമൊക്കെ ഒന്ന് കൊടുത്തു തീർക്കാനുള്ളൊരു വഴി ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ ആവശ്യത്തിന് പോലും ദൈവസന്നിധിയിൽ എന്തുണ്ട്? വിലയുണ്ട്. ആരോ പറഞ്ഞു, നീ എപ്പോഴും ആവശ്യം പറഞ്ഞ് പ്രാർത്ഥിക്കാതെ പിന്നെ ആരോട് ഞാൻ പ്രാർത്ഥിക്കണം? എൻ്റെ ആവശ്യം എൻ്റെ നാട്ടുകാരോട് പറഞ്ഞ് അവർ പരിഹസിക്കും. നിങ്ങളെപ്പോഴും ചിന്തിക്കണം, നിങ്ങൾക്ക് നല്ല കാലം ഉണ്ടായപ്പോൾ എത്ര പേർ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു? ഒരുപാട് പേരുടെ പേരുകൾ ആ ഡയറിയിൽ എഴുതാൻ പറ്റും. നിങ്ങൾക്ക് നല്ല കാലം ഉണ്ടായിരുന്നപ്പോൾ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവരുടെ പേരുകൾ. ടൂറിന് പോയപ്പോൾ ഒത്തിരി പേര്, ഹോട്ടലിൽ പോയപ്പോൾ ഒരുപാട് പേര്, ഔട്ടിങ് പോയപ്പോൾ ഒരുപാട് പേര്, ഫിലിം കാണാൻ പോയപ്പോൾ ഒരുപാട് പേര്. ഒരുപാട് മോഹങ്ങൾ നമുക്കുണ്ട്. നല്ല കാലത്ത് നിനക്ക് ഒന്നുമില്ലാത്തൊരു കാലം വന്നു, സാമ്പത്തികമായും എല്ലാം ബുദ്ധിമുട്ട്, ക്ഷീണമായി, ഭയങ്കര വിഷമമായി, വല്ലാതെ താഴോട്ട് പോയി. ഇപ്പം എത്ര പേരുണ്ട് നിൻ്റെ കൂടെ? ഇപ്പോൾ വാക്കുകൊണ്ട് പോലും നിൻ്റെ ജീവിത പങ്കാളി പോലും നിനക്കെതിരാണ്. പക്ഷേ അങ്ങനെ എടുക്കുമ്പോൾ ചിലപ്പോൾ ജീവിത പങ്കാളിയുടെ പേര് പോലും അപ്പുറത്ത് എഴുതാൻ പറ്റത്തില്ല. ചിലപ്പോൾ പുള്ളിക്കാരത്തി എനിക്കെതിരാണ്. പക്ഷെ അവിടെ ഒരാളുടെ പേര് എഴുതാൻ പറ്റും. നീ അങ്ങ് താഴത്തെ പോയിന്റിലെത്തി നിൽക്കുമ്പോഴും നിൻ്റെ കൂടെയുള്ള ഒരാളുടെ പേര് ആ ഡയറിയിൽ എഴുതാൻ പറ്റും. ആരാണ്? യേശു. ആ ഒറ്റ പേര് എഴുതാൻ പറ്റത്തുള്ളൂ. ആ ഒറ്റ പേര് അവിടെ എഴുതുള്ളൂ. ആ പേരിൽ, ആ ഡയറിയിൽ യേശു. അതായത് ഒന്നുമില്ലാത്ത സമയത്ത് കൂടെ നിന്ന ആളാണ്. ആ ദൈവമാണ് ഇപ്പം എൻ്റെയും നിങ്ങളുടെയും കൂടെ ഉള്ളത്. ഉള്ളപ്പോൾ കൂടെ നിൽക്കാൻ ഒരു ഡയറി മൊത്തം എഴുതാനുള്ള ആളുകളുണ്ട് കൂടെ. ഇതൊക്കെ അങ്ങ് പോയി കഴിയുമ്പോൾ ഉണ്ടല്ലോ, ഈ പണവും പത്രാസും ഒക്കെ അങ്ങ് ഇല്ലാതായി, കടവായി, ലോൺ ഒരു 10 രൂപ ചോദിച്ചാൽ ഒരാൾ തരാത്ത സമയത്ത് കൂടെ നിൽക്കാൻ ഒരാളില്ല. ആ കൂടെ നിൽക്കുന്ന ആളെക്കുറിച്ചാണ് ഞാനിപ്പോൾ പ്രസംഗിക്കുന്നത്. ആ കൂടെയുള്ള ആളെക്കുറിച്ചാണ് ഞാൻ നിങ്ങളെ ശരിക്കും പരിചയപ്പെടുത്തുന്നത്. ആ ദൈവമാണ് നിന്നോട് പറഞ്ഞത്, എന്നോട് പറഞ്ഞത്, ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും പറഞ്ഞത്. എന്താ പറഞ്ഞത്? മല പോലെ, പർവ്വതം പോലെ നിൽക്കുന്ന പ്രശ്നമാണ്. അത്രയും വലിയ പ്രശ്നം. ഇതേ കയറിയവരൊക്കെ താഴെ വീണിട്ടുള്ളൂ. പക്ഷെ അതവിടെ നിന്ന് മാറാൻ നീ വിശ്വാസത്തോടെ പറയുകയും ഹൃദയത്തിൽ അതിനെക്കുറിച്ച് മൈന്യൂട്ട് സെക്കൻഡ് പോലും സംശയിക്കാതിരിക്കുകയും ചെയ്താൽ നീ പറഞ്ഞത് നിനക്ക് സാധിച്ചു കിട്ടും. ആമേൻ. ഇങ്ങനെ ചില അനുഭവങ്ങൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചവരിലുണ്ട്. ചില കാര്യങ്ങൾ അവരോട് പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞു, ദൈവം ഒരുക്കുന്നുണ്ട്, ദൈവം അപ്പം ഒരുക്കുന്നുണ്ട്. അവരത് വിശ്വസിച്ചു, അവരുടെ ജീവിതത്തിൽ അത് അനുഭവമായി. ഇങ്ങനെയൊന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ? കർത്താവ്, ഇന്ന് ഞാൻ ഈ പ്രാർത്ഥനയ്ക്ക് സമയമില്ല, സമയത്ത് ഇവിടെ ഓടിപ്പടച്ച് വന്നത് ഞാനാണ്. ഇന്ന് എനിക്ക് തരാൻ ഉദ്ദേശിച്ച അനുഗ്രഹത്തിൻ്റെ ഒരു തുള്ളി പോലും എനിക്ക് നഷ്ടപ്പെട്ടു പോരുത്. എനിക്ക് ദൈവം എന്നെ ഇവിടെ കൊണ്ടുവന്നാണല്ലോ. ദൈവം എന്നെ കൊണ്ടുവന്ന ആരും എന്നെ കെട്ടി വലിച്ച് വണ്ടിക്കകത്തിട്ട് പോലീസുകാർ സ്റ്റേഷനിൽ കൊണ്ടുവന്നവർ ആരെയും കൊണ്ടുവന്നതല്ല. തന്നെ സ്വന്തം ഇഷ്ടത്തിൽ സമയം 2 ദിവസം മുമ്പ് ഒരുങ്ങി പ്രാർത്ഥിച്ചു വന്നവരാണ്. ദൈവം നിങ്ങളെവിടെ കൊണ്ടുവരുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം തരാൻ ഉദ്ദേശിച്ച ഒരു നന്മയുണ്ട്. അത് സ്വീകരിക്കാതെ ആരും പോകാനിടയാകരുത്. ദൈവം തരാൻ ഉദ്ദേശിച്ച നന്മയുടെ ഒരു തുള്ളി, ഒരു പോയിന്റ് നിങ്ങൾക്ക് നഷ്ടമാകരുത്. എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി എനിക്ക് ആവശ്യമുള്ളതെല്ലാം
ആവശ്യമുള്ളത് എൻ്റെ ആ ഒരു വിവാഹം നടന്നിരുന്നെങ്കിൽ, എൻ്റെ കുഞ്ഞിൻ്റെ ജോലി ലഭിച്ചിരുന്നെങ്കിൽ, അതൊക്കെ എനിക്ക് ആവശ്യമുള്ളതാണ്. ആവശ്യമുള്ളത് ദൈവം തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരോ ചിന്തിക്കുന്നുണ്ടായിരിക്കാം, എൻ്റെ മിക്കവാറും ജപ്തി വന്ന് എന്നെ വീട്ടിൽ നിന്ന് എല്ലാം ഇറക്കി വിടും, ഞാൻ എങ്ങനെ എൻ്റെ നാട്ടിൽ ജീവിക്കും, ഇനി ഞാൻ എങ്ങനെ ജീവിക്കും, ഞാൻ അങ്ങനെ അല്ലല്ലോ ജീവിച്ചത്, ഞാൻ അങ്ങനെ നന്നായിട്ട് ജീവിച്ചിട്ട് എനിക്ക് ഇത്രയും കടം വന്നല്ലോ. ആ ആവശ്യത്തെ ദൈവം ഇന്ന് ഏറ്റെടുത്തിട്ടുണ്ട്. ആ ആവശ്യത്തെ ദൈവം ഇന്ന് കണ്ടിട്ടുണ്ട്. ആ ആവശ്യം ഇനി ആരും ഇറക്കി വിടത്തില്ല. ആരും നീ പെരുവഴിയിലായ ഒരു അനുഭവം നിനക്കുണ്ടാകില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഞാൻ ഈ ശുശ്രൂഷയെക്കുറിച്ച് ഒരു കാര്യം നിങ്ങളോട് ശ്രദ്ധയോടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ശ്രദ്ധയോടെയാണ് പറയുന്നത്. നിങ്ങളിങ്ങോട്ട് കയറി വരുന്ന വഴിക്ക് അവിടെ ഒരു വട്ടം കെട്ടിയ സ്ഥലത്ത് ഒരു മരം നിൽക്കുന്നത് നിങ്ങൾ കണ്ടു കാണും. ഈ എൻട്രൻസ് ഇറങ്ങി ചെല്ലുമ്പോഴേ കാണുന്നത് ഒരാല് പോലത്തെ ഒരു മരമാണ്. അതൊരു സൈസ് ആലാണ്, ഭയങ്കര ഉറപ്പാണ്, ഭയങ്കര കട്ടിയാണ്, ചെറിയ ഇലയാണ് അതിൻ്റെ. അതങ്ങ് വല്ലാതെ വളരും. പക്ഷെ ഇത് നിന്നത് ഇവിടെ ഉണ്ടായിരുന്ന ഒരു ചെടിച്ചട്ടിക്കകത്താണ്. അത് കഴിഞ്ഞ വർഷം മേടിച്ച് നട്ടതല്ല, ഒരു 7-8 വർഷമായി ചെടിച്ചട്ടി നിന്ന ചെടിയായിരുന്നു അത് മിനിമം. ഞാൻ ഇവിടെ വന്ന അധികം നാൾ കഴിയുന്നതിന് മുമ്പ് കണ്ടതാണ്. പക്ഷെ അത് ചെടിച്ചട്ടി തന്നെ നിന്ന സമയത്ത് അതും ഇലയുണ്ടായിരുന്നു, ചെറിയ കമ്പുകളുണ്ടായിരുന്നു, ഒരു നിശ്ചിത പൊക്കം, നിശ്ചിത ഉയരം. ഉണങ്ങിയോ എന്ന് ചോദിച്ചാൽ ഉണങ്ങിയിട്ടില്ല, ഒരു കുഴപ്പമില്ല. ഇത് കണ്ടിട്ട് കുറച്ച് വർഷം മുമ്പ് ഒരാൾ പറഞ്ഞു, ഇത് ചെടിച്ചട്ടി നിൽക്കേണ്ട ചെടിയല്ല അച്ചോ, ഇത് എവിടെയെങ്കിലുമൊക്കെ വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലത്തോ ഒക്കെ ഉണ്ടെങ്കിൽ നടുവാണെങ്കിൽ നല്ലതാണ്, നല്ല തണൽ കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ ചെടി പറിക്കാൻ നോക്കിയപ്പോൾ ഇതിൻ്റെ വേര് കൊണ്ട് ഇത് ഉറച്ച്, ഇതിൻ്റെ അടിയിൽ 1-2 വെള്ളം പോകാനുള്ള ഒരു ഇടയുണ്ടായിരുന്നു, അതിനകത്തെല്ലാം വേരിറങ്ങിയിട്ട് ഇതെടുത്തപ്പോൾ ഈ ചെടിച്ചട്ടി പൊട്ടി. അപ്പോൾ ബാക്കിയും കൂടെ ഞാൻ ആ ഒരു വാക്കത്തേക്ക് ഇടിച്ചല്ല, ആ ചെടിച്ചട്ടി പൊട്ടിച്ചപ്പോൾ നിറച്ചൊരു ചതൽപ്പുറ്റ് പോലെ വേരാണ് അതിനകത്ത്. 100 കണക്കിന് വേര് അടുങ്ങിയിരിക്കുക. ചെടിച്ചട്ടി മുഴുവൻ ചകിരിച്ചോറ് വെച്ച പോലെ വേരാണ്. ഞാനത് അവിടെ കൊണ്ടുപോയി വച്ചതാണ്. ഇന്ന് അതിൻ്റെ വളർച്ച ഒരുപാട് വലുതാണ്. ഇന്നതിൻ്റെ കമ്പുകളൊക്കെ 2 ആൾ പൊക്കത്തിൽ അത് വളർന്നു, ശിഖരങ്ങളൊക്കെ നല്ല രീതിയിൽ അത് നീട്ടുന്നു. ഇതിൽ നിന്ന് എനിക്കൊരു പാഠം മനസ്സിലായി നിങ്ങളോട് പറയാം. നമ്മൾ പലരും ഒരുപാട് പ്രാർത്ഥിക്കുന്നവരും ധ്യാനം കൂടുന്നവരും എല്ലാം ഉള്ളവരാ, പക്ഷെ ഇന്നും നിൽക്കുന്നത് ഏതോ ഒരു ചെടിച്ചട്ടിക്കകത്താണ്. അതുകൊണ്ടാണ് അധികം പേര് വളരാത്തത്. അങ്ങനെ നിൽപ്പുണ്ട്, എല്ലാം നോർമലായിട്ട് പോകുന്നുണ്ട്. ഇതിനേക്കാൾ വളരാനുള്ളവർ ഒത്തിരി പേര് ഇതിനകത്തുണ്ട്. ഇതിനേക്കാൾ നല്ലതാകാനുള്ള സാധ്യതയുള്ള ഒരുപാട് പേരുണ്ട്. പക്ഷെ നിൽക്കുന്നത് എവിടെയെന്നറിയാമോ? ചെടിച്ചട്ടിക്കകത്താണ്. അത് പൊട്ടിച്ച് കളയണം. ചിലരുണ്ടല്ലോ ഒരു പ്രത്യേക രീതിയിൽ സാധാരണ വിശ്വാസമൊക്കെ വിശ്വസിച്ച് ചടങ്ങ് പ്രാർത്ഥനയൊക്കെ നടത്തി അങ്ങനെ നടത്തുന്ന ഒരു ചെടിച്ചട്ടിക്കകത്താണ് നിൽക്കുന്നത്. ഒരു മാറ്റമില്ല. അയാൾ കഴിഞ്ഞ വർഷം പ്രാർത്ഥിച്ചോലും ഇപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിപ്പുണ്ട്. എന്നാൽ വല്ല മാറ്റം ഉണ്ടായോ? ഒന്നും മാറ്റം ഉണ്ടായിട്ടില്ല. മാറ്റം ഉണ്ടാകണോ? മാറ്റി നടണം. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ എന്തിനാ ഈ വചനം കേൾപ്പിക്കുന്ന അറിയാമോ? നിങ്ങൾ ഇപ്പം നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് അപ്പുറത്തേക്കൊന്ന് മാറ്റി നടുന്ന ശുശ്രൂഷയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ചില സ്ഥലത്തുനിന്ന് ചിലതൊക്കെ തല്ലിപ്പൊട്ടിച്ച് അതൊക്കെ മാറ്റിയിട്ട് വേറൊരു സ്ഥലത്ത് നടുവാണ്. കുറേ കൂടെ വളരും, നന്നായിട്ട് വളരും. നിൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വരും. ഇനി അവിടെ തന്നെ നിന്നാലോ? ഉണങ്ങുകയില്ല, വളരുകയില്ല. ഒരു മീഡിയത്തിൽ ഒരു ചെടി പോലെ അങ്ങനെ നിൽക്കും. നമ്മളെ ദൈവം വിളിച്ചത്, ഈ വചനം നിങ്ങളെ കേൾപ്പിക്കുന്നത് നിന്നിടത്തങ്ങനെ സാധാരണ പോലെ നിന്ന് ജീവിച്ച് മരിച്ചു പോകാനല്ല. ആ നിന്ന സ്ഥലത്ത് വളർച്ചയില്ലെങ്കിൽ ആ സ്ഥലത്തിന് എന്തോ കുഴപ്പമുണ്ട്. അതൊരു ചട്ടിക്കകത്ത് അടച്ച് നിൽക്കുകയാണ്. അതിനെ പൊട്ടിച്ച് പുറത്ത് വേറെ സ്ഥലത്ത് കുറേ കൂടി വേര് ഓടിക്കാൻ പറ്റുന്ന, കുറേ കൂടി വളമുള്ള വെള്ളമുള്ള സ്ഥലത്ത് നിന്നാൽ നിൻ്റെ വളർച്ച കുറേ കൂടെ വേഗത്തിലാകുമേ. ദൈവം എന്തിനായി വചനം കേൾപ്പിക്കുന്നത്? നിൻ്റെ ചില പ്രശ്നങ്ങളിൽ നിന്നും നിന്നെ പൊട്ടിച്ച് പുറത്തേക്ക് നടുകയാണ്. അങ്ങനെ വിശ്വസിക്കാൻ പറ്റുമോ? അത് ചെടിച്ചട്ടിയിലെ ഒരു ചെടിയുടെ കാര്യം പറയാനല്ല, അത് ജീവിതവുമായി ബന്ധപ്പെടുത്തിയാണ് ഞാനത് പറഞ്ഞത്. ഒരുപാട് പേരുടെ ശുശ്രൂഷകളും അങ്ങനെയാണ്. പണ്ട് തൊട്ടേ ഇങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ആ ചെടിച്ചട്ടി തന്നെ നിൽക്കുന്നു. ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കണം, ഇങ്ങനെ ചിന്തിക്കണം, ഇങ്ങനെ ആയിരിക്കണം. അങ്ങനെ ചിന്തിച്ച് അന്നും ഇങ്ങനെ ഇന്നും ഇങ്ങനെ, ഒരു മാറ്റവും ഇല്ല. പ്രാർത്ഥനയുടെ എണ്ണം കൂടിയതല്ലാണ്ട് ജീവിതത്തിന് ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. പ്രാർത്ഥനയുടെ എണ്ണം കൂടി, ധ്യാനം കൂടുന്നതിന് എണ്ണം കൂടിയെന്നല്ലാണ്ട് ആ വ്യക്തിയുടെ ജീവിതത്തിൽ
ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല, ഒരു വളർച്ചയും ഉണ്ടായിട്ടില്ല. വളർച്ചയുണ്ടാകണമെങ്കിൽ ആ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് മറ്റൊരു വളമുള്ള വെള്ളമുള്ളൊരു സ്ഥലത്തേക്ക് നീ മാറ്റം നടണം. അതിനാ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത്. അതിനാ ദൈവവചനം പ്രസംഗിക്കുമ്പോൾ ഈ വചനം നിങ്ങളിൽ പ്രവർത്തിക്കുന്നത്. നിങ്ങളെ ചില സ്ഥലത്തേക്ക് ദൈവം മാറ്റി നടും. ചില നല്ല പോലെ വേര് ഓടിക്കാനും വളരാനും പറ്റിയ സ്ഥലത്തേക്ക് ചിലപ്പോൾ നല്ലൊരു ജോലി തന്നായിരിക്കും, ചിലപ്പോൾ നല്ലൊരു കുടുംബജീവിതം ഒരുക്കി തന്നായിരിക്കും, ചിലപ്പോൾ നല്ല ശുശ്രൂഷ തന്നായിരിക്കും നിന്നെ മറ്റൊരു സ്ഥലത്ത് ദൈവം ഒരുക്കി നടാൻ പോകുന്നത്. ദൈവം ചില നടലുകളും ഒക്കെ ചെയ്യുന്ന സമയമാണ്, സാഹചര്യമാണ് ഇത്. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഒന്ന് കരങ്ങളെ ഉയർത്തി സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിന്തിച്ചു നോക്കിയേ, ശരിയല്ലേന്ന് ചിന്തിച്ചു നോക്കിയേ. ഞാൻ പറഞ്ഞത് പ്രസംഗമായിട്ട് കേട്ട് ചിന്തിക്കാതെ പോകരുത്. ചിന്തിച്ചു നോക്കിയേ, സത്യമല്ലേന്ന്. നമ്മൾ ഇച്ചിലൂടെ നന്നായിട്ട് വളരാൻ സാധ്യതയുള്ളവരാ പലരും. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഇനിയും പഠിച്ചു കയറാൻ പറ്റും. ഇനി എനിക്ക് ഇച്ചിലൂടെ ബിസിനസ്സൊക്കെ ചെയ്യാനുള്ള കഴിവുണ്ട്. എപ്പോഴാണെന്നറിയാമോ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ അത്ഭുതമാകുന്ന എപ്പോഴാണെന്നറിയാമോ? ഞാൻ വീട് വെക്കുമ്പോഴോ 2 കാറ് മേടിക്കുമ്പോഴോ മാത്രമല്ല മറ്റുള്ളവർക്ക് അത്ഭുതമാകുന്നത്. ദൈവത്തിൻ്റെ ആശീർവാദം കിട്ടുമ്പോൾ എന്നെ അറിയുന്ന പലരും എന്നെ നോക്കി അത്ഭുതപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്ത് കിട്ടുമ്പോൾ? ദൈവത്തിൻ്റെ ആശീർവാദം കിട്ടി അയാൾ കുടുംബജീവിതം നയിക്കുന്നത് കാണുമ്പോൾ ആ തലത്ത് ജീവിക്കുന്നവരൊക്കെ നോക്കി എത്ര നന്നായിട്ട് അവ കുടുംബജീവിതം നയിക്കുന്നേ, എങ്ങനെ അവൻ ഇത്ര നന്നായിട്ട് ആ മക്കളെയൊക്കെ വളർത്തുന്നേ. നിങ്ങളോട് പറഞ്ഞില്ലേലും അപ്പുറത്തെ വീട്ടിൽ നിന്ന് അവരിങ്ങനെ അത്ഭുതത്തോടെ നോക്കൂ. അതെങ്ങനെയാ? ആ വ്യക്തിക്ക് അതിനുള്ള കഴിവൊന്നും പണ്ടില്ലായിരുന്നല്ലോ, ഇപ്പോൾ എങ്ങനെ ഇത്രയും നന്നായിട്ട് ഭാര്യയും മക്കളെ എല്ലാം കൊണ്ടു നടക്കുന്നു, എന്തോ ഒരു സന്തോഷമായിട്ടാണ് ജീവിക്കുന്നത്. കുടുംബജീവിതം ജീവിച്ചാൽ അത്ഭുതപ്പെടുത്തുന്നു. അങ്ങനെ അത്ഭുതപ്പെടുത്താൻ കാരണം അദ്ദേഹത്തിന് കിട്ടിയ സർട്ടിഫിക്കറ്റിൻ്റെയോ അയാൾ മാസം മേടിക്കുന്ന സാലറിയുടെ പ്രത്യേകതയല്ല. അയാൾ ദൈവത്തിൽ നിന്ന് ചോദിച്ചു മേടിച്ച ദൈവത്തിൻ്റെ ആശീർവാദത്തിൻ്റെ അനുഗ്രഹമാണ് അയാളെ ഞെട്ടിച്ചത്. അയാൾ അത്ഭുതമായിട്ട് കാണുന്നേ. വേറൊരാൾ നോക്കിയിട്ട് പറയുന്നു അയാൾക്ക് വായിക്കാൻ പോലും അറിയില്ല, അയാൾക്ക് ഇംഗ്ലീഷ് അറിയില്ല, അയാൾക്ക് ഇംഗ്ലീഷ് കൂട്ടി വായിക്കാൻ പോലും അറിയില്ല. പിന്നെ എങ്ങനെയാണ് അയാൾ അവിടെ കിടന്ന് നന്നായിട്ട് പ്രസംഗിക്കുന്നത്? അയാളെങ്ങനെ ഇത് പ്രസംഗം പഠിക്കാൻ വേണ്ടി പോയവർ ഇത്രയും പ്രസംഗിക്കുന്നില്ലല്ലോ. അയാൾ നന്നായിട്ട് പ്രസംഗിക്കുന്നത് നിനക്ക് അത്ഭുതമായി തോന്നുന്നുണ്ടെങ്കിൽ അയാൾക്ക് ആ നിലയിൽ ഒരു ആശീർവാദം കിട്ടിയത് കൊണ്ടാണ് അയാൾ ആ ഫീൽഡിൽ തിളങ്ങുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് ഉദാഹരണം പറയാം. യേശുവിൻ്റെ കയ്യിൽ 5 അപ്പമാണ് ശിഷ്യന്മാർ കൊടുത്തത്. ആർക്കും ഒരു അത്ഭുതം തോന്നിയില്ല. കാരണം 5 അപ്പം എല്ലാവരും കണ്ടു. 5 അപ്പം അത് ആൾക്കാർക്കൊക്കെ 5 അപ്പം അല്ല, ഇത് എങ്ങനെ കൊടുക്കാനാ, എങ്ങനെ ശരിയാകാനാ, ഇത് ഈ 5 അപ്പം കൊണ്ട് എന്നാ മാജിക്ക് കാണിക്കാനാന്നൊക്കെ അന്ന് ചിന്തിച്ചു കാണും. പക്ഷേ ഈ 5 അപ്പം യേശു എടുത്തിട്ട് ആ 5 അപ്പത്തെ യേശു ആശീർവദിച്ചു. പിന്നെ ഈ 5 അപ്പത്തെ അവിടെ ഇരുന്നവരൊക്കെ നോക്കി അത്ഭുതപ്പെട്ടു. ഇതെങ്ങനെ സംഭവിച്ചു? എന്താ അത്ഭുതമായി ആ അപ്പം മാറാൻ കാരണം? യേശുവിൻ്റെ ഒരു ആശീർവാദം അവിടെ വന്നത് ബൈബിളിൽ വ്യക്തമായി വായിക്കാൻ പറ്റും. യേശുവിൻ്റെ ആശീർവാദം കിട്ടിയ നിങ്ങൾ മറ്റൊരുപാട് പേരെ അത്ഭുതപ്പെടുത്തും. ആമേൻ. കുറേ പേര് നിങ്ങളെ നോക്കി അസൂയപ്പെടും, ചുമ്മാ അസൂയപ്പെട്ടുകൊണ്ടിരിക്കും. അത് കുഴപ്പമില്ല, ചിലവർ അസൂയപ്പെടുന്നത് നല്ലതാണ്. അസൂയപ്പെടുന്ന രീതി നമ്മളെ മാറ്റുന്നതാ ദൈവം. ആമേൻ. കുറേ പേര് അസൂയപ്പെടും, അതിന് മരുന്നില്ല, അവർ അസൂയപ്പെട്ടോട്ടെ. നിങ്ങൾ നല്ല വീട് വെക്കുമ്പോൾ കുറേ പേര് നിങ്ങളോട് മിണ്ടത്തില്ല. നല്ല വീട്, നിങ്ങൾ അപ്പുറത്തെ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കൂടാരത്തിനകത്ത് പ്ലാസ്റ്റിക് മറിച്ച് ഓല കൊണ്ട് മറിച്ച് ചെളി പിടിച്ച ഒരു സ്ഥലത്ത് കിടക്കുമ്പോൾ ആർക്കും നിങ്ങളോട് അസൂയ തോന്നില്ല. എല്ലാവരും നിങ്ങളുടെ വീട്ടിൽ വരും. അയ്യോ പാവം, കഷ്ടം, വീടില്ല, അയ്യോ മക്കളൊക്കെ വലുതായില്ല, എന്തു ചെയ്യും? നിങ്ങൾ നല്ലൊരു വീട് വെക്കുമ്പോൾ ഈ പറഞ്ഞവരാരും മിണ്ടുകയില്ല. അവർ വീട് കയറിക്കുള്ളു പോലും വരത്തില്ല. അപ്പം നമ്മൾ വിചാരിക്കും നമ്മൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ അവരോട്, എന്താണ് അവർ മിണ്ടാത്തത്? അത് ഈ മുമ്പേ പറഞ്ഞ സാധനമാണ് പ്രവർത്തിച്ചത്. ഏത്? പറയേണ്ടത് തന്നെ. അതിനെക്കുറിച്ച് ചിന്തിക്കണ്ട. ദൈവത്തിൻ്റെ ആശീർവാദം നിനക്ക് കിട്ടുമ്പോൾ നീ അതിൽ തിളങ്ങാൻ തുടങ്ങും. അതാണ് ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കളോട്, നിങ്ങളോട് മാതാപിതാക്കളായിട്ടുള്ളവരോടും പറയാം. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പഠിക്കുകയാണ്, ഇപ്പം നോർമലായിട്ട് വായിച്ചാൽ മനസ്സിലാകുന്നുണ്ട്, പഠിച്ചാൽ മാർക്ക് കിട്ടുന്നുണ്ട്, എല്ലാം ശരിയാണ്. അപ്പം നിങ്ങൾ തോന്നും ഉണ്ടെന്ന്. അവൻ പഠിച്ച കാര്യത്തിൽ മിടുക്കനായി നാളെ വീടിനും നാടിനും അനുഗ്രഹമായി നിൽക്കുന്നത് കാണുമ്പോഴാണ് അവൻ നാട്ടുകാരുടെ മുമ്പിൽ, വീട്ടുകാരുടെ മുമ്പിൽ അത്ഭുതമാകുന്നത്. അങ്ങനെ ഒരു നിലയിലെത്താൻ എന്തു വേണം? ആ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ യേശുവിൻ്റെ ആശീർവാദം കിട്ടണം. അത് മാതാപിതാക്കൾ എന്ന നിലയിൽ നമ്മൾ ചോദിച്ച് എൻ്റെ കുഞ്ഞിനെ അങ്ങ് ആശീർവദിക്കണമേ,
എന്ന് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞ് ഹല്ലേലൂയ. ഹല്ലേലൂയ. മെഡിസിന് പഠിക്കുന്ന, ഡോക്ടറാകാൻ പഠിക്കുന്ന ഒരു കൊച്ച് അതിൻ്റെ പഠനത്തിൻ്റെ ആദ്യ നാളുകളിൽ, ആദ്യ വർഷങ്ങളിൽ പല വിഷയത്തിനും ഫെയിലായപ്പോൾ വല്ലാതെ പേടിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞു, ഒത്തിരി പൈസ മുടക്കിയാണ് അവൻ്റെ ആഗ്രഹപ്രകാരം പോയത്. അവിടുത്തെ സാഹചര്യം അനുകൂലമല്ല, പഠിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, വിജയിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ആ പരീക്ഷയ്ക്ക് തോറ്റു, ഇവിടെ തോറ്റു, അവൻ ആ മെത്തഡോളജി ഒന്നും മനസ്സിലാകുന്നില്ല, ഭയങ്കര പ്രശ്നമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. നിങ്ങളിങ്ങനെ പ്രാർത്ഥിക്കുക, ദൈവമേ അവൻ്റെ ബുദ്ധിയുടെ മേൽ, പഠിക്കുന്ന വിഷയത്തിൻ്റെ മേൽ, അവൻ്റെ ജീവിതത്തിൻ്റെ മേൽ അങ്ങയുടെ ആശീർവാദം ഉണ്ടാകണമേ, അങ്ങയുടെ ആശീർവാദം ഉണ്ടാകണമേ. പ്രാർത്ഥിക്കുക. ആശീർവാദം കിട്ടുമ്പോൾ അവൻ ആ മേഖലയിൽ അന്ന് പഠിച്ചിറങ്ങിയ ബാച്ചിൽ അവനായിരിക്കും ചിലപ്പോൾ ഒരു കാര്യത്തിൽ മുന്നിൽ നിൽക്കുന്നത്. അതുപോലെ തന്നെ കുറച്ച് മാസങ്ങൾക്ക് മുമ്പായിരുന്നു അവരുടെ ആ പഠനം പൂർത്തിയാക്കിയതിൻ്റെ അംഗീകാരത്തിൽ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ദിവസം. അന്ന് അവനെ പ്രത്യേകം ആ കോളേജ് മാനിച്ചു. അവൻ അങ്ങനെ നിൽക്കാൻ കാരണം ദൈവത്തിൻ്റെ ആശീർവാദം അവന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടതാണ്. ദൈവത്തിൻ്റെ ആശീർവാദം നിസ്സാരമാണ്, ചെറുതാണ്, വലിയ കാര്യമൊന്നുമില്ല, ഇതിനു മുമ്പ് ഞാൻ കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞിരിക്കരുത്. അതുള്ളവൻ മറ്റു പലരുടെ മുമ്പിൽ അത്ഭുതമായിട്ട് നിൽക്കും. അവൻ നന്നായിട്ട് കുടുംബജീവിതം നയിക്കും. അവൻ ഓടിക്കുന്ന വാഹനത്തിൽ പോലും അത് വ്യക്തമായിരിക്കും. അവന്റെ ശുശ്രൂഷയിൽ അത് വ്യക്തമായിരിക്കും. ആ വ്യക്തി പാടുന്നയാളാണെങ്കിൽ അയാളുടെ പാട്ടിൽ അത് വ്യക്തമാവും. അയാൾ പ്രസംഗിക്കുന്ന ആളാണ്, അയാളുടെ പ്രസംഗത്തിൽ അത് വ്യക്തമാകും. ഞാനൊരു ഉദാഹരണം പറയും. ഉദാഹരണം, ഒരാൾ ഈ കെട്ടിടത്തിൻ്റെ കെട്ടിടം ഉണ്ടാക്കുന്ന ആളാണ്. അയാൾ ഉണ്ടാക്കുന്ന ബിൽഡിങ് പലതും നാട്ടിൽ മുഴുവൻ ചീത്തപ്പേരായി. കാരണം അയാൾ ഉണ്ടാക്കിയ ബിൽഡിങ്ങിൽ ഒത്തിരി കുറവ്, കെട്ടിടത്തിൽ ഒത്തിരി കുറവ്. അതുകൊണ്ട് തന്നെ അയാൾക്ക് ഒറ്റ വർക്കും കൊടുക്കൂല ആരും. പഞ്ചായത്തിൻ്റെ വീട് 600 സ്ക്വയർ ഫീറ്റ് വീട് പോലും അയാൾക്ക് കൊടുക്കൂല. അയാൾക്ക് അതുകൊണ്ട് ഭയങ്കര വിഷമമായി. അപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ അവിടെ വിറ്റു പോവാണ്, എവിടെയെങ്കിലും പോയി എനിക്കിത് പണി അറിയത്തുള്ളൂ, എന്തു ചെയ്യും? അപ്പോൾ പറഞ്ഞു കൊടുത്ത ദൈവാനുഗ്രഹത്തിൻ്റെ വഴി പറയട്ടെ. പ്രാർത്ഥിക്കുക. നീ ഒരു സ്ഥലത്തൊരു ബിൽഡിങ് പണിത് അത് പെയിൻ്റൊക്കെ അടിച്ച് അത് നന്നായി നിൽക്കുമ്പം അതിൻ്റെ ഉദ്ഘാടന സമയത്ത് വന്നു പോകുന്നവർ ചോദിക്കും ഇതിൻ്റെ ഉടമസ്ഥനോട്, ആരാ പണിതത്? ഇതാരാ ഈ വർക്ക് ചെയ്തത്? ഇതാരാ ഇങ്ങനെയൊക്കെ ചെയ്തത്? ശ്രദ്ധിക്കപ്പെടുമെന്ന് പറഞ്ഞു. കറക്റ്റ് അതുപോലെ ദൈവത്തിൻ്റെ ആശീർവാദം. അയാളൊരു സ്ഥലത്തൊരു വീട് പണിതു. ആ വീട് വന്നവരൊക്കെ ചോദിച്ചു, ആരാ ഇത് പണിതത്? അയാളല്ലേ അപ്പുറത്ത് വീട് പണിതച്ച് മുഴുവൻ കുളമായി, അത് ക്രാക്ക് വീണു, പൊട്ടൽ വീണു, അതിൻ്റെ ഒരു സൈഡൊക്കെ ബുദ്ധി, അയാൾക്കറിയില്ല, അയാളുടെ പണിക്കാർ ശരിയല്ല. അദ്ദേഹമാണ് ദൈവത്തിൻ്റെ ആശീർവാദം പ്രാർത്ഥിച്ച് മേടിച്ച് ആ ഫീൽഡിൽ തന്നെ തിളങ്ങിയത്. നിനക്കൊക്കെ എവിടെയെങ്കിലും ആർക്കെങ്കിലും ആഗ്രഹമുണ്ടോ, എനിക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ അത്ഭുതമായി തല ഉയർത്തി നിൽക്കണമെന്ന്? സ്വന്തം കഴിവുകൊണ്ട് മാത്രം നടക്കില്ല. ദൈവത്തിന്റെ ആശീർവാദം നിനക്ക് വേണം. ഒന്ന് കരങ്ങൾ ഉയർത്തി പറയാമോ? ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ. അതാ പറഞ്ഞത്, ചെടിച്ചട്ടിയിൽ നിന്ന ഒരു ചെടി അവിടെ നിന്ന് ഇത്രയും വളർന്നു നിന്നു. അത് 10 വർഷം കഴിഞ്ഞപ്പോഴും അതുപോലെ നിൽപ്പുണ്ട്. 15 വർഷം കഴിഞ്ഞ് നോക്കിയപ്പോഴുണ്ട് കുറച്ച് ഇലകൾക്കും കുറച്ച് കമ്പിനൊക്കെ മാറ്റമുള്ളൂ. ഒരാൾ പറഞ്ഞ്, ഈ ചെടിച്ചട്ടി നിൽക്കുന്നുണ്ട്, ആ പ്രശ്നം തല്ലിപ്പൊട്ടിച്ച് കള, ആ ചെടിച്ചട്ടി കളഞ്ഞിട്ട് നീ അപ്പുറത്ത് ആ പറമ്പിൽ ഇന്ന സ്ഥലത്ത് കൂടെ അവിടെ നന്നായിട്ട് വാഹനം പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് കുറച്ച് തണൽ കിട്ടുമല്ലോ. ഞാനും ചിന്തിച്ചു ഇത് മുരടിച്ച് പോകത്തേ ഉള്ളെന്ന്. പക്ഷെ അതിൻ്റെ ചോട്ടിൽ ഒരു വളവും ഇട്ടില്ലെങ്കിലും, പ്രത്യേകിച്ച് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട സാഹചര്യം ഇല്ലെങ്കിലും അതിൻ്റെ വേര് ശക്തമായിരുന്നു, നന്നായിട്ട് വളർന്ന് ഇപ്പോൾ ഒരു വെള്ളവും ആവശ്യമില്ല, വളവും ആവശ്യമില്ല, അല്ലാതെ തന്നെ ഈ മണ്ണിലെ വളവും വെള്ളവും വലിച്ചെടുത്ത് അത് ഒന്നാം തരം നന്നായിട്ടാണ് നിൽക്കുന്നത്. അത് നിങ്ങൾക്ക് പുറത്തോട്ടിറങ്ങുമ്പോൾ കാണാൻ പറ്റും. ആ വട്ടം കിട്ടി നടുക്ക് നിൽക്കുന്ന ചെടിയാണ്. അതിൻ്റെ അർത്ഥം പലരുടെ മുമ്പിലും അത്ഭുതമായി ഇങ്ങനെ വളരാൻ പറ്റും, പലരുടെ മുമ്പിലും അടയാളമായി വളരാൻ പറ്റും. അത് ദൈവത്തിൻ്റെ ആശീർവാദം നിന്റെ മേൽ വന്നതുകൊണ്ടാണ്. ചെടിച്ചട്ടി പോലെ നിന്റെ ജീവിതത്തിൽ വട്ടം നിന്നിരുന്ന ചില തടസ്സങ്ങളെ ദൈവത്തിൻ്റെ ആത്മാവ് പൊട്ടിച്ചെറിഞ്ഞ് നിന്നെ മറ്റൊരു സ്ഥലത്ത് നട്ടതുകൊണ്ടാണ് നീ വളരാൻ തുടങ്ങിയത്, അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങിയത്, വിടുതലാകാൻ തുടങ്ങിയത്. ഒന്ന് കരമുയർത്തി പറയാമോ? ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അടുത്തൊരു മലയാള വാക്ക്, ഒരു വചനം വായിക്കുകയാണ്. സങ്കീർത്തന പുസ്തകം 107 അധ്യായം. സങ്കീർത്തന പുസ്തകം 107 അധ്യായം 20 വാക്യം. സങ്കീർത്തനം 107:20. അവിടുന്ന് തന്റെ വചനമയച്ച് അവരെ സൗഖ്യമാക്കി. ഒന്നും കൂടെ കേട്ടോ, എങ്ങനെയാണ് ദൈവം ഒരാളെ സൗഖ്യമാക്കിയത് എന്ന് എഴുതിയിട്ടുണ്ട്. സൗഖ്യം ഉണ്ടാകട്ടെ, സൗഖ്യം ഉണ്ടാകട്ടെ, സൗഖ്യം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞല്ല ദൈവം ഒരാൾക്ക് സൗഖ്യം കൊടുത്തത്. എങ്ങനെയാണ്? അവൻ തന്റെ വചനം
അയച്ചു. നമ്മൾ നമ്മുടെ ഫോണിൽ വാട്സപ്പിൽ ഒരു മെസ്സേജ് എടുത്ത് ഇന്നയാളുടെ നമ്പറിലേക്ക് സെൻഡ് ചെയ്യുന്നു. അതാണ് നമ്മൾ മെസ്സേജ് അയക്കുക എന്ന് പറയും. ഇതുപോലെ രോഗമുള്ള ഒരാളുടെ ശരീരത്തെ കാണുമ്പോൾ ദൈവം ആ വ്യക്തിക്ക് സൗഖ്യം കൊടുത്തത് എങ്ങനെ അയച്ചിട്ടാണ്? ദൈവം തൻ്റെ വചനത്തെ അയച്ചു. അത് ആ വ്യക്തി സ്വീകരിച്ചു. അപ്പോൾ ജീവിതത്തിൽ നടന്നതാണ്, ആ മേഖലകളിൽ സൗഖ്യമുണ്ടായി. വചനം അയച്ച് അത് സ്വീകരിക്കുന്ന വ്യക്തികളിൽ എന്ത് വെളിപ്പെടും? സൗഖ്യം വെളിപ്പെടും. അടുത്ത വാക്യം പ്രധാനപ്പെട്ടതാണ്. വിനാശത്തിൽ നിന്ന് വിടുവിച്ചു. എന്താ വിനാശം എന്ന് പറഞ്ഞാൽ എന്താണ്? വിനാശം എന്ന് പറഞ്ഞാൽ എനിക്ക് അറിയില്ലായിരുന്നു എന്താണെന്ന്. ശരിക്കും വിനാശം എന്ന് പറഞ്ഞാൽ നാശം, പ്രശ്നം, ബുദ്ധിമുട്ടൊക്കെ ചുമ്മാ പറയാൻ പറ്റും. വിനാശം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ ഒരാൾ പറഞ്ഞു, അച്ഛാ കടം കയറി നിക്കക്കളിയില്ലാതായി മാറി. അതിൻ്റെ പേരാണ് വിനാശം. പ്രശ്നം കൂടി വന്ന് നാട്ടുകാരും വീട്ടുകാരും അവിടെയുള്ളവരും ഇവിടെയുള്ളവരും എല്ലാവരും എതിരായി. വിനാശം. പ്രശ്നം കയറി വന്ന് തലയുടെ മുകളിൽ ഭരണം നടത്തും. അതാണ്. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തി ഇതിനകത്ത് ഇരിപ്പുണ്ടെങ്കിലും ബൈബിൾ പറയുന്നു, ശ്രദ്ധിച്ചു വായിച്ചോ, അവിടുന്ന് വചനമയച്ച് ആ വിനാശത്തിൽ നിന്ന്, ആ പ്രശ്നം കയറി ഇന്നൊരു വലിയ പ്രശ്നമായി, ആ രോഗം വളർന്ന് മാറാരോഗമായി, ഇന്ന് ഒരു തരത്തിൽ രക്ഷപ്പെടാൻ പറ്റാത്ത നിലയിൽ, പൂട്ടപ്പെട്ട നിലയിലായി. ഏത് വിനാശത്തിലായിക്കൊള്ളട്ടെ, ഇന്ന് ദൈവം തന്റെ വചനം അയച്ച് ആ വിനാശത്തിൽ നിന്ന് നിന്നെ വിടുവിക്കും. ആമേൻ. ഹല്ലേലൂയ. അങ്ങനെ ഒരു ദൈവ പ്രവൃത്തി നിന്നിൽ നടക്കുവാനാണ് ദൈവം നിന്നെ ഈ ആലയത്തിൽ കൂട്ടിക്കൊണ്ടുവന്ന് ഈ വചനങ്ങൾ നിന്റെ ചെവികളിൽ മുഴക്കിക്കൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ആ വാക്യം ഒന്ന് കരങ്ങളെ ഉയർത്തി ഒന്ന് വായിക്കാമോ? സങ്കീർത്തനം 107:20 ഒന്നോറൊക്കെ എല്ലാവരും ചേർന്ന് വായിച്ചേ. അവിടുന്ന് തന്റെ വചനം അയച്ച് അവരെ സൗഖ്യമാക്കി. ഇത് 100% രോഗികളായിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് വിശ്വസിച്ച് ഒന്നും കൂടെ പറഞ്ഞു. അവിടുന്ന് തന്റെ വചനം അയച്ച് അവരെ സൗഖ്യമാക്കി. അടുത്തത് വിനാശത്തിൽ നിന്ന് വിടുവിച്ചു. ഏതാ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ അസ്വസ്ഥപ്പെടുന്ന വിനാശം? അത് മനസ്സിൽ കണ്ടു പറഞ്ഞു, വിനാശത്തിൽ നിന്ന് വിടുവിച്ചു. ഹല്ലേലൂയ. പറഞ്ഞു ഹല്ലേലൂയ. വിശ്വാസത്തോടെ പറഞ്ഞു ഹല്ലേലൂയ. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകാം നിങ്ങൾ. ഇനി വചനം അയച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. വചനം അയച്ചു. ഈ വചനത്തിൽ നിൽക്കുന്ന വ്യക്തിക്ക് ഒത്തിരി അനുഗ്രഹമുണ്ട്. ഹല്ലേലൂയ. ശ്രദ്ധിക്കണം. ഇപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ പറയുകയാണ്, എൻ്റെ വീട്ടിൽ ഒരു സമാധാനമില്ല, എൻ്റെ മക്കളോടൊന്നും പറയാൻ പറ്റില്ല, അവരപ്പം തന്നെ അതിനേക്കാൾ വലിയ ബഹളമാണ്, എൻ്റെ വീട്ടിലെ വളർത്തുമൃഗങ്ങൾ വരെ ചത്തുപോയിക്കൊണ്ടിരിക്കുന്നു, എന്നതാണെന്നറിയില്ല, എല്ലാവരും കൂടെ കൂടുമ്പോൾ സന്തോഷമില്ല, വഴക്കാണ്, പ്രശ്നമാണ്, പ്രതിസന്ധിയാണ്. ഇതൊക്കെയാണോ നിങ്ങൾക്ക് പറയാനുള്ളത്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പോലും അറിയാതെ പിശാച് നിങ്ങളുടെ വീടിൻ്റെ നിയന്ത്രണം എവിടെയൊക്കെയോ ചാടിക്കയറി പിടിച്ചിരിപ്പുണ്ട്. നിങ്ങൾ പറയുന്നത് എനിക്ക് ഭയങ്കര ഡിപ്രഷനാണ്, എനിക്ക് ജീവിക്കണമെന്ന് ഒട്ടും ആഗ്രഹം തോന്നുന്നില്ല, ഇപ്പം മരിച്ചാലോ എന്നാണ് എൻ്റെ മനസ്സ് തോന്നുന്നത്. നിന്റെ നിയന്ത്രണം പിശാച് ഏറ്റെടുത്തു. എൻ്റെ ജീവിത പങ്കാളിയോട് എനിക്ക് സ്നേഹമുണ്ട്, പക്ഷേ എനിക്ക് മിണ്ടുന്ന ഇഷ്ടമല്ല. നിന്റെ കുടുംബജീവിതത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്ത് കലക്കുന്നുണ്ട് പിശാച് അവിടെ ഇരുന്ന്. അതുകൊണ്ടാണ് ഇപ്പോൾ കുറേയൊക്കെ നഷ്ടപ്പെട്ടു പോയത്. അങ്ങനെ ആരെങ്കിലും ഉണ്ട് ഇങ്ങനെ ഓർത്തോ, നിങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിൽ അത് വിശ്വാസത്തോടെ സ്വീകരിച്ച് അതിൽ നിൽക്കാൻ തുടങ്ങുന്നിടത്തോളം കാലം മാത്രമേ പിശാചിന് നിന്റെ മേൽ നിന്റെ ജീവിതത്തെ പന്തുപോലെ തട്ടാൻ പറ്റുള്ളൂ. ഹല്ലേലൂയ. എന്നാണോ നീ ദൈവത്തിലും ദൈവവചനത്തിലും നിൽക്കാൻ പഠിക്കുന്നത്, എന്നാണോ അത് വിശ്വാസത്തോടെ സ്വീകരിക്കുന്നത്, അന്ന് മുതൽ നിന്റെ വീടിന്റെ നിയന്ത്രണം ദൈവം ഏറ്റെടുക്കും. ഉദാഹരണം, ഒന്നുമില്ല, ഒരാൾ കൂലിപ്പണിക്ക് നടക്കുന്ന ആളാണ്, തൊഴിലുറപ്പിന് വരെ പോകുന്ന ആളാണ്. പക്ഷെ അവരെ കണ്ടിട്ട് മറ്റൊരാൾ ചോദിക്കുവാണ്, നിങ്ങൾക്കൊന്നുമില്ലെങ്കിലും ഭയങ്കര സന്തോഷമാണല്ലോ. ആ ശരിയാ, അതാണ് ഞങ്ങളുടെ സമ്പത്തെന്ന്. ഭയങ്കര സന്തോഷം. വൈകുന്നേരം വീട്ടിൽ കയറുമ്പോൾ സന്തോഷം, എല്ലാവർക്കും സന്തോഷം. ആ വ്യക്തി സാമ്പത്തികമായി ചില പുറകിലാണേലും ആ വ്യക്തിയുടെ ജീവിതം നിയന്ത്രിക്കുന്ന ദൈവമാണ്. സമ്പത്ത് ഇച്ചിരി കുറവുണ്ട്, പക്ഷെ എന്നാലും ഡിപ്രഷൻ ഇല്ല, മരിക്കണമെന്നില്ല, എല്ലാം നല്ല പോസിറ്റീവാണ്. ദൈവമാണ് ആ വ്യക്തിയുടെ നിയന്ത്രണം. നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും നിങ്ങളുടെ നിയന്ത്രണം ദൈവമാണോ പിശാചാണോ ഏറ്റെടുത്തിരിക്കുന്നതെന്ന്. പിശാച് ഏറ്റെടുത്തിരിക്കുന്നെങ്കിൽ അതിൻ്റെ അടയാളങ്ങൾ കാണും. ആവശ്യമുള്ളതിന് ഇല്ലാത്തതിന് വഴക്ക്, ക്ഷമിക്കാം, വെറുപ്പ്,
ഭയങ്കര ദേഷ്യം, അവരെ കാണുന്നത് തന്നെ പെരുവിരൽ പെരുത്ത് വരും. ദേഷ്യമാണ്, ഭയങ്കര വെറുപ്പാണ്. പക്ഷെ ഭയങ്കര പ്രാർത്ഥനയൊക്കെ ഉണ്ട് താനും. അത് രണ്ടും തമ്മിൽ കണക്ഷൻ ഇല്ല. അപ്പോൾ ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഓർക്കുക, നിന്റെ നിയന്ത്രണം ദൈവം ആ വചനത്തിനകത്ത് കയറുമ്പോൾ നിയന്ത്രണം ദൈവം ഏറ്റെടുക്കും. അപ്പോൾ അങ്ങനെ ഏറ്റെടുക്കുമ്പോൾ സംഭവിക്കുന്നതാണ്, ദൈവം നിയന്ത്രണം ഏറ്റെടുത്താൽ നിന്റെ വീടിനകത്തുള്ള ജീവിതത്തിനകത്തുള്ള സകല തിന്മയുടെ ശക്തികളെയും ദൈവം അടിച്ചോടിക്കും. അടിച്ചോടിക്കും. അത് എക്സ്പീരിയൻസ് ആണ്, അത് അനുഭവമാണ്. അതിന് പ്രത്യേകിച്ച് അടിച്ചോടിക്കേണ്ട ഒരാളെ കൂലിക്ക് വിളിക്കേണ്ട, അടിച്ചോടിക്കും. അത് ദൈവം നിന്റെ നിയന്ത്രണം ഏറ്റെടുത്തത് കൊണ്ടാണ്. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ വചനം മനസ്സിലാക്കുവാൻ വിശുദ്ധ ഗ്രന്ഥത്തിലെ ഒരു വാക്യം എടുക്കുകയാണ്. വിശുദ്ധ ഗ്രന്ഥത്തിലെ ഒരു വാക്യമാണ് 10 കുഷ്ഠരോഗികളുടെ ഒരു വചനം പറയുന്ന ഒരു ഭാഗമുണ്ട്. 10 കുഷ്ഠരോഗികൾ യേശുവിൻ്റെ അടുത്ത് വന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ലൂക്കാ സുവിശേഷം 17-ാം അധ്യായം 11 മുതലുള്ള 11 മുതലുള്ള വാക്യങ്ങൾ. അതെല്ലാം എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കാമോ? വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 17-ാം അധ്യായം 11 മുതൽ. എത്ര കുഷ്ഠരോഗികളാണ്? 10 കുഷ്ഠരോഗികൾ. 10 കുഷ്ഠരോഗികളുടെ ശരീരത്തിൽ എന്തുണ്ട്? കുഷ്ഠമുണ്ട്. കുഷ്ഠം മുഴുവൻ ചൊറി പോലെ കുഷ്ഠരോഗമാണ്. ശരീരം മുഴുവൻ മുറിവുകളും എല്ലാം നിറഞ്ഞിരിക്കുന്ന ആരുടെ ജീവിതത്തിൽ? കുഷ്ഠരോഗിയുടെ. യേശുവിൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, 12-ാമത്തെ വാക്യം, അവനൊരു ഗ്രാമത്തിൽ പ്രവേശിച്ചപ്പോൾ അകലെ നിന്നിരുന്ന 10 കുഷ്ഠരോഗികൾ അവനെ കണ്ടു. അവർ സ്വരമുയർത്തി, യേശുവേ ഗുരു, ഞങ്ങളിൽ കനിയണമേ എന്ന് അപേക്ഷിച്ചു. അവർ ദൂരെ നിന്ന് ഞങ്ങളിൽ കനിയണമേ എന്ന് പ്രാർത്ഥിച്ചു. 14-ാമത്തെ വാക്യം, അവരെ കണ്ടപ്പോൾ അവൻ പറഞ്ഞു, പോയി നിങ്ങളെ തന്നെ പുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുക്കും. അടുത്ത വാക്യം ശ്രദ്ധിച്ചു കേട്ടെ. അടുത്ത വാക്യം, പോകും വഴി. അപ്പോൾ ആര് പറഞ്ഞിട്ടായി പോയത്? യേശു പറഞ്ഞിട്ട് പോകുമ്പോൾ കുഷ്ഠരോഗം മാറിയായിരുന്നോ? ഇല്ലയോ? ഇല്ല. എഴുതിയിരിക്കുന്ന മലയാള വാക്കിന്റെ സ്ട്രക്ചർ, ഘടന, പോകും വഴി. അപ്പോൾ നമ്മളിവിടെ ആലയത്തിൽ ധ്യാനിക്കാൻ വന്ന് വചനം കേട്ട്, ഇവിടെ നിങ്ങളുടെ വീട് ഇന്ന സ്ഥലത്താണ്, ഒന്നെങ്കിൽ സുൽത്താൻ ബത്തേരിയാണ്, അല്ലെങ്കിൽ മാനന്തവാടിയാണ്, അല്ലെങ്കിൽ കോട്ടയത്താണ്. നിങ്ങൾ പോകും വഴി എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് നിങ്ങളുടെ വീട്ടിലേക്ക് പോകും വഴിയാണ്. അപ്പോൾ ഈ കുഷ്ഠരോഗികൾ ആരുടെ വാക്ക് കേട്ടിട്ടാണ് ഇപ്പോൾ പുരോഹിതന്മാരുടെ അടുത്തേക്ക് പോയത്? യേശുവിൻ്റെ വാക്ക് കേട്ടിട്ടാണ്. ഞാനൊരു എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്, പോകും വഴി അവർ സുഖം പ്രാപിച്ചു. അതിൻ്റെ അർത്ഥം എന്നാണെന്നറിയാമോ? പോകുന്ന വഴി അവരുടെ ശരീരത്തുണ്ടായിരുന്ന ആ വ്രണം കരിയാൻ തുടങ്ങി. ആമേൻ. അവർ ആ വചനത്തിൽ നിന്ന് പോകാൻ, ആ വചനം കേട്ടിട്ട് ആ വചനത്തിൽ ജീവിക്കാൻ തുടങ്ങിയപ്പോൾ അവരുടെ മുറിവ് ഉണങ്ങാൻ തുടങ്ങി. അവരുടെ ശരീരം പഴയതുപോലെ ആകാൻ തുടങ്ങി. കുഷ്ഠരോഗം വന്ന് അറ്റുപോയ വിരലുകളുടെ ആ സ്ഥാനത്ത് പുതിയ വിരലുകൾ രൂപപ്പെട്ടു വരാൻ തുടങ്ങി. ഇതൊക്കെയും സംഭവിച്ചത് യേശുവിന്റെ വാക്കിൽ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയപ്പോഴാണ് അത്ഭുത മാറ്റങ്ങൾ ഉണ്ടായത്. പറഞ്ഞു ഹല്ലേലൂയ. ഒരു കരം ഉയർത്തി പോരാ, സ്വരമുയർത്തി പറഞ്ഞു ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇനി ഇങ്ങനെ ശ്രദ്ധിക്കണം. ഞാൻ നിങ്ങളോട് ഈ ശുശ്രൂഷ തുടങ്ങിയപ്പോൾ പറഞ്ഞില്ലേ, ഒരിക്കലും നടക്കാൻ സാധ്യതയില്ല. എന്നെ ദയവ് ഇത് പ്രാർത്ഥിക്കാൻ വിളിക്കരുത്. ഞാൻ പ്രാർത്ഥിച്ച് മടുത്തിരിക്കുന്ന ആളാണ്. എനിക്ക് ഇതിനോട് താല്പര്യമില്ല. കാരണം അത് പറയാൻ കാരണം ആ വ്യക്തിയുടെ മനസ്സിൽ ഇനി ഒരിക്കലും നടക്കത്തില്ല, സാധ്യതയില്ല എന്ന് ചിന്തിക്കുന്നു. ഈ കുഷ്ഠരോഗികളും സത്യത്തിൽ ഒരുപക്ഷെ എപ്പോഴേലും ചിന്തിച്ചിട്ടുണ്ട്, ഈ കുഷ്ഠമൊക്കെ മാറാനോ? ഒന്നും മാറത്തില്ലെന്നേ എന്നായിരിക്കും ചിന്തിച്ചത്. പക്ഷെ യേശു പറഞ്ഞ വാക്കിൽ അവർ പുരോഹിതന്മാരുടെ അടുത്തേക്ക് പോയപ്പോൾ എഴുതിയിരിക്കുന്നത്, അവർ പോകും വഴി അവരുടെ മുറിവ് കരിയാൻ തുടങ്ങി. അവർ പോകും വഴി അവരുടെ ശരീരത്തിൽ വ്രണങ്ങൾ അപ്രത്യക്ഷമാകാൻ തുടങ്ങി. അവർ പോകും വഴി അവരുടെ അറ്റുപോയ വിരലുകളുടെ സ്ഥാനത്ത് പുതിയ വിരലുകൾ രൂപപ്പെട്ടു. അവിടെ ചെന്നപ്പോൾ അവർക്ക് ഒരു പൂർണ്ണ ആരോഗ്യമുള്ള ഒരു മനുഷ്യന്റെ ശരീരം ദൈവം കൊടുത്തു. ഇത്ര വലിയ മാറ്റം ഉണ്ടായത് ഏതെങ്കിലും ഒരു കഷായം കുടിച്ചിട്ടോ കുഴമ്പ് തേച്ചിട്ടോ ഒരു മെഡിസിൻ കഴിച്ചിട്ടോ എന്നല്ല, ദൈവത്തിന്റെ യേശുവിന്റെ വാക്കിൽ അങ്ങ് മുന്നോട്ട് പോയപ്പോൾ സംഭവിച്ചതാണിത്.
ഇതാര് പറഞ്ഞു? അന്ന് മാത്രം 10 പേർക്ക്, ഒറ്റപ്പെട്ട 10 പേർക്ക് കിട്ടിയെന്ന് പറയാനല്ല. ഇത് കേൾക്കുന്ന ഓരോ വ്യക്തിയുടെ ജീവിതത്തിലും കുടുംബത്തിലും സംഭവിക്കേണ്ട ചിലതിനെ, കൊണ്ടുവരേണ്ട ചിലതിനെ ദൈവം കൊണ്ടുവരും. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരിക്കലും നടക്കില്ല എന്ന് പറയാൻ വരട്ടെ. ഒരിക്കലും സാധ്യമല്ല, ഇതൊന്നും നടക്കാൻ പോകുന്ന കേസല്ലെന്ന് പറയാൻ വരട്ടെ. ദൈവം നിനക്കത് സാധിച്ചു തരും. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒന്ന് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഇതൊന്ന് പ്രാർത്ഥിച്ചേ. ഈ വിഷയം ഒന്ന് ഏറ്റെടുത്തൊന്ന് പ്രാർത്ഥിച്ചേ. കർത്താവേ, അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾ കുഷ്ഠരോഗികളുടെ സ്ഥാനത്താണിപ്പോൾ. ഞങ്ങൾക്ക് ശരീരത്തിൽ ചില രോഗങ്ങളുണ്ട്. ഞങ്ങൾക്ക് ചില വലിയ പ്രശ്നങ്ങളുമായിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഞങ്ങളോട് കരുണ കാണിക്കണമേ എന്ന് അവരെപ്പോലെ തന്നെ ഞങ്ങളും ഇപ്പോൾ പ്രാർത്ഥിക്കട്ടെ. അവരെപ്പോലെ തന്നെ ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് കരുണ കാണിക്കണമേ എന്ന് ഈ വചനം ഞങ്ങൾ വിശ്വസിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകാൻ പോവുകയാണ്. അത് മറ്റ് പുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുക്കത്തക്ക വിധം ഒരു സാക്ഷ്യമായി മാറി മറ്റൊരാൾക്ക് നിങ്ങൾക്ക് എടുത്തു കാണിക്കാൻ കഴിയത്തക്ക വിധം, പറഞ്ഞു കാണിക്കാൻ കഴിയത്തക്ക വിധം ജീവിതത്തിൽ ചില സാക്ഷ്യങ്ങൾ വെളിപ്പെടാൻ പോകുന്നു. പോകും വഴി ഒന്ന് കരങ്ങളെ ഉയർത്തിപ്പിടിക്കാമോ? ഒന്ന് കരങ്ങളെ ഉയർത്തി ഈ വിഷയത്തെ ഒന്ന് ഏറ്റെടുത്തേ. ഈ വിഷയത്തെ ഒന്ന് ദൈവകരങ്ങളിലേക്ക് ഒന്ന് സമർപ്പിച്ചേറ്റെടുത്ത് ഒരു നിമിഷം എല്ലാവരും ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാനേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അങ്ങയുടെ കാരുണ്യം ഉണ്ടാകുവാൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ വലിയ ശക്തി വെളിപ്പെടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് ചേർന്ന് പറഞ്ഞേ.